2023-24 അടിസ്ഥാന പാഠാവലിയിലെ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇങ്ങനെ ഒരു കവിത തരും. അത് വായിച്ചിട്ട് വേണം ആദ്യത്തെ 3-4 ക്വസ്റ്റ്യൻസിന് നമ്മൾ ആൻസർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ കവിത നന്നായിട്ട് വായിക്കുക. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അച്ഛൻ്റെ മടിയിലിരിക്കുമ്പോൾ കുട്ടി അളവില്ലാതെ അനുഭവിക്കുന്നത് എന്താണ്? അഭിമാനമാണ് അല്ലേ? അന്തിക്ക് മാനത്ത് മിന്നുന്ന നക്ഷത്രങ്ങളെ കവി എന്തായി സങ്കല്പിക്കുന്നു? അമ്മിഞ്ഞപ്പാൽ. പുലർക്കാലത്തിളവയിൽ ഊർന്നത് എവിടെ നിന്നാണ്? അച്ഛൻ്റെ പുഞ്ചിരിയിൽ നിന്ന്. അടുത്തത് മാതൃക പോലെ എഴുതാനാണ്. പറ്റി കിടക്കുമ്പോൾ, പറ്റി പ്ലസ് കിടക്കുമ്പോൾ. അതുപോലെ അമ്മിഞ്ഞപ്പാൽ എഴുതുമ്പോൾ അമ്മിഞ്ഞ പ്ലസ് പാൽ. സന്ധ്യ എന്നർത്ഥം വരുന്ന ഏത് പദമാണ് കവിതയിലുള്ളത്? അന്തി. അടുത്ത പ്രവർത്തനം, ഒരു പത്ര റിപ്പോർട്ടാണ് തന്നിട്ടുള്ളത്. 2 പത്ര റിപ്പോർട്ട് തന്നിട്ടുണ്ട്. ഇനിയോ, സംഗീത, അക്കമ്മ, ആദിത്യൻ, ശ്രീഹരി എന്നിവരുടെ നിലപാടുകൾ വിലയിരുത്തി കൃഷിയോടുള്ള പുതുതലമുറയുടെ സമീപനം വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക. നമുക്കറിയാം, തേങ്ങ എന്ന കഥയിലെ സംഗീതയ്ക്ക് കൃഷിയോടുള്ള സമീപനം എങ്ങനെയായിരുന്നെന്നും അക്കമ്മയ്ക്ക് എങ്ങനെയായിരുന്നെന്നെല്ലാം നമുക്കറിയാം. അതുപോലെ ഈ തന്നിരിക്കുന്ന എഡിറ്റോറിയലും വായിച്ചിട്ട് നല്ല രീതിയിൽ ഒരു കുറിപ്പ് എഴുതണം. ഓക്കെ. മഴ നനഞ്ഞു കിടക്കുന്ന ഉണക്കത്തേങ്ങകളെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്? അനാഥ കുഞ്ഞുങ്ങളെ പോലെയാണ് അല്ലേ? ഇനി അടുത്ത പ്രവർത്തനം ആണ് വർണ്ണന. അപ്പം വേഗമുറങ്ങൂ എന്ന കവിതയിലെ വരികൾ നമുക്ക് പരിചിതമാണല്ലോ. രാത്രിയെക്കുറിച്ചുള്ള വർണ്ണനയാണ് ഈ വരികളിലുള്ളത്. നിലാവും കാറ്റും നേർത്ത മഞ്ഞുമുള്ള രാത്രികളെ നിങ്ങൾക്കും പരിചയമുണ്ടാകുമല്ലോ. ഒരു രാത്രി വർണ്ണന തയ്യാറാക്കാനാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, മീൻ മിഴി പൂട്ടിയതെവിടെ? കായലിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതാനാണ്. ഓക്കെ, ഇവിടെ ഒരു കവിത കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ഹെഡിങ് വേണം അല്ലേ? കവിതയുടെ പേര് വേണം, കവി പരിചയം വേണം, കവിതയുടെ ആശയം വേണം, നമുക്കിഷ്ടപ്പെട്ട വരികൾ വേണം, അതുപോലെ തന്നെ പ്രയോഗഭംഗികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വേണം. പിന്നെ നമുക്ക് നമ്മുടെ സ്വന്തം അഭിപ്രായം, ഈ കവിതയെക്കുറിച്ച് സ്വന്തം അഭിപ്രായം കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ഓക്കെ. അപ്പോൾ അടുത്തതൊരു സംഭാഷണം എഴുതാനാണ്. ഇത് തീർച്ചയായിട്ടും വരും ഇങ്ങനെയൊരു സംഭാഷണം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം മുറിക്കുള്ളിൽ അപ്രതീക്ഷിതമായി കടന്നു വരുന്ന അതിഥിയെ കണ്ട് കവിക്കുണ്ടായ അത്ഭുതവും ആഹ്ലാദവും കണ്ടില്ലേ? ആ കുഞ്ഞുമേഘം എന്തിനാവാം അവിടേക്ക് വന്നത്? അങ്ങനെ ഒരു കുഞ്ഞുമേഘം നിങ്ങളുടെ അരികിലേക്ക് വന്നാലോ? നിങ്ങൾ എന്തൊക്കെ വിശേഷങ്ങൾ ചോദിക്കും? അപ്പോൾ ഒരു സംഭാഷണം തയ്യാറാക്കണം, മേഘവും നിങ്ങളും തമ്മിലുള്ള. അപ്പോൾ നമുക്ക് എന്ത് പറയാം? കുറഞ്ഞത് 6 സംഭാഷണങ്ങൾ എഴുതണം എന്നാണ് നമുക്ക് ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഹായ് മേഘമേ, നീ എവിടെ നിന്ന് വരുന്നു? അപ്പോൾ മേഘം പറയും ആകാശത്ത് നിന്നും. നീ മഴ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ വെളുത്ത മേഘമാണ്. അപ്പോൾ എല്ലാ മേഘങ്ങളും മഴ തരില്ലേ? അപ്പോൾ മേഘം പറയും ഇല്ല, കറുത്ത കാർമേഘങ്ങൾ മാത്രമാണ് മഴ തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ സംഭാഷണം എഴുതി കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ആണ് ലഘുകുറിപ്പ്. ഓക്കെ, അടുത്തത് കുറിപ്പ് തയ്യാറാക്കാനാണ്. ഊഞ്ഞാൽപ്പാട്ടിലെ കുറച്ച് വരികൾ നമുക്ക് തന്നിട്ടുണ്ട്. അത് തന്നിട്ട് കുടുംബത്തിലെ പരസ്പര സ്നേഹം എന്ന വിഷയത്തിൽ ലഘുകുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. അതിൽ കൂട്ടിച്ചേർക്കേണ്ട കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. അച്ഛനും അമ്മയും മക്കളുമൊക്കെ അവരുടേതായ ലോകങ്ങളിൽ ഒറ്റപ്പെടുകയാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതുപോലെ തന്നെ ഇഴയടപ്പമുള്ള ബന്ധങ്ങൾ കുടുംബങ്ങളിൽ നിലനിൽക്കുന്നുണ്ടോ? അതൊക്കെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വേണം നമ്മൾ കുറിപ്പ് തയ്യാറാക്കാൻ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നന്നായിട്ട് എക്സാം എഴുതുക. ഓൾ ദി വെരി ബെസ്റ്റ്.